രസമൈനാ ഈ വീട് വേണ്ട, എനിക്ക് ആ വീട്ടിൽ പോയാൽ മതി. ഇപ്പൊ പോണം. അപ്പോ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? എനിക്ക് പോണം. അവിടെ ആരാണ് നിന്നെ കാത്തിരിക്കാൻ? എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ മിണ്ടി പോകരുത്. നിനക്ക് അച്ഛനില്ല. എനിക്ക് അച്ഛനെ കാണണം. നമ്മുടെ വേണ്ടാത്ത അയാളെ നമുക്കും വേണ്ട. മിണ്ടാതെ അപ്പുറത്ത് പോയേ നീ. എനിക്ക് അച്ഛനെ കാണണം. നിന്നോട് മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറയും, എന്റെ അച്ഛൻ പാവാ, എനിക്ക് അച്ഛനെ കാണണം. പറയുന്നോടി, നിനക്ക് നിന്റെ അച്ഛൻ, നിനക്ക് അച്ഛനെ കാണണോ അല്ലേ? മിണ്ടി പോകരുത്, മനസ്സിലായോ? നിനക്ക് അച്ഛനില്ല. ഗൗരി, നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അവക്ക് അച്ഛനെ കാണണത്രേ. അവക്ക് അങ്ങനെ ഒരാളില്ല. നിനക്ക് അവനോടുള്ള ദേഷ്യത്തിന് കുട്ടിയുടെ പരാക്രമം. കരയിലെ അമ്മേ, അപ്പൊ മോളിനി അച്ഛനെ കാണണമെന്ന് പറയില്ല. സാറേ, ഞാനെടുത്തു തരാം. അയ്യോ എന്റെ ഈശ്വര, ഞാനിത് എന്തായി കാണുന്നത്? ഹരിയേട്ടാ, മോൾക്ക് കുറച്ച് ഓറഞ്ച് വാങ്ങിയതാ. എന്താ ഇത്? ചാടിപ്പോയി. എന്താ ഹരിയേട്ടാ ഇത്? നോ, ഏട്ടന് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇവളെന്തിനാ ഈ കരയുന്നേ? എങ്ങനെയാ സാറേ കരയാതിരിക്കുന്നത്? ഇതൊക്കെ കണ്ട എന്തിനാ സാറേ ശീലമില്ലാത്തൊക്കെ ചെയ്യുന്നത്? സോറി സോറി, ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. ദേ, ഈ നെഞ്ചിന്റെ നീറ്റിലൊന്ന് അടങ്ങുമെന്ന്. മൈന, അമ്മണിയമ്മേ, അവളോട് കരയില്ലെന്ന് പറ. അവളെ കാണുമ്പോഴാ ഒരാശ്വാസം. സാറേ, സാറേ, ഈ അവസ്ഥയിൽ ഇന്ന് ഇനി പോണ്ട, അകത്തിരിക്കാം. നോ, പോണം. അവിടെ എന്റെ മാനസ കാത്തിരിപ്പുണ്ടാവും. എത്ര ദേഷ്യപ്പെട്ടാലും ഞാൻ ചെല്ലാതെ ഉറങ്ങില്ല. അവള് പോണം, പോണം. ഇതെന്താ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായോ? നിക്ക്. എവിടെയായിരുന്നു ഹരിയേട്ടൻ ഇതുവരെ? മനസ്സേ, സിദ്ധു മിണ്ടരുത്. എനിക്കറിയണം ഹരിയേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു എന്ന്. സ്വയം വിഡ്ഢിയാവണ്ട, പറ, എവിടെയായിരുന്നു? അത് ഒരു അൺഒഫീഷ്യൽ മീറ്റിംഗ്. നിർത്താറായില്ലേ ഈ രാത്രി സഞ്ചാരം? ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചിട്ടും ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയാനാവാതെ വെറും വിഡ്ഢിയാവരുത് ഹരിയേട്ടൻ. മനസ്സേ, മതി, നിർത്ത്.
ഞാൻ പറയും. എനിക്ക് പറയണം. വേറെ ഏട്ടൻ മാത്രമായിരുന്നില്ല എനിക്ക് മനുഷ്യൻ. അച്ഛനും ജ്യേഷ്ഠനും കൂട്ടുകാരനും ഈശ്വരനും അങ്ങനെ ഒത്തിരിയായിരുന്നു. എന്നിട്ടിപ്പോ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? വെറുപ്പോ ദേഷ്യമല്ല, ഒരുതരം അറപ്പാ. എനിക്കിപ്പോ എന്നോട് തന്നെ അറപ്പാ. വിളിക്കരുത് എന്നെ അങ്ങനെ. ഒരു കാര്യം തിരിച്ചറിഞ്ഞോ നിങ്ങള്? നിങ്ങൾക്ക് ഇന്നൊരു കൂട്ടില്ല, കുടുംബമില്ല, സ്നേഹിച്ചവരാരുമില്ല. ഇത്രയൊക്കെ നഷ്ടപ്പെടുത്തി നേടാൻ മാത്രം അവൾ ആരാ നിങ്ങൾക്ക്? എന്നെയും മൈനയും നെഞ്ചിൽ ചേർത്ത് സ്നേഹിച്ചിട്ട് നിങ്ങൾ എന്തായി കാണിച്ചത്? അവൾ ആരായിരുന്നു നിങ്ങളുടെ? പറയാ. ഇങ്ങനെ ഒരു വൃത്തികെട്ട മനസ്സുള്ള ഒരാളായിരുന്നു എന്റെ ഹരിയേട്ടൻ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണേണ്ടവൾക്ക് ഒരു ഗർഭം നൽകാനും മാത്രം അതപ്പതിച്ചിരുന്നോ നിങ്ങളുടെ മനസ്സ്? തൊട്ടുപോകരുത് എന്റെ കുഞ്ഞിനെ. അവള് പറയട്ടെ, എന്ത് വേണമെങ്കിലും പറയട്ടെ. എത്ര വേണമെങ്കിലും എന്റെ നെഞ്ചിൽ കുത്താം എന്റെ മാനസിക്ക്. കുഞ്ഞുനാളിൽ എന്റെ നെഞ്ചിൽ ഒരുപാട് ഇവള് ചവിട്ടി കളിച്ചതാ. ഏട്ടന് നോവില്ല, അത്രയേ ഉള്ളൂ. ഇതും കഴിഞ്ഞെങ്കിൽ ഹരിയേട്ടൻ പൊയ്ക്കോട്ടെ. പക്ഷേ ഒന്നുണ്ട്, ചില വാക്കുകൾ അത് ഹരിയേട്ടന്റെ ഹൃദയത്തിലാണ് വന്നു കൊണ്ടത്. എന്റെ മനസ്സ് അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ഒരുപാട് സങ്കടം ഉണ്ടാക്കും. മനസ്സേ, നീ പറഞ്ഞില്ലേ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ എന്റെ ജീവിതം പോയെന്ന്? ശരിയാ. ഇപ്പോഴല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഒലിച്ചു പോയതാ നമ്മുടെ ജീവിതം. അവിടെ നിന്നും വീണ്ടും തുടങ്ങിയതാ ഹരിയേട്ടൻ. നമുക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. ഇപ്പോഴും ആ ജീവിതം നടക്ക് നഷ്ടപ്പെടാതിരിക്കാനാ ഹരിയേട്ടൻ ഈ നെഞ്ചിൽ തീയുമായി നടക്കുന്നേ. ഏത് തീയും തീച്ചൂടും ഞാൻ ഏറ്റെടുക്കും. എന്റെ മക്കൾ സുഖമായിട്ടിരുന്നാ മതി, അത് മതി. ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല മനസ്സേ. ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പൊടിഞ്ഞ പിന്നെ അത് മതി. നീ ഇല്ല, ഈ ഞാനും. കൂട്ടിന് വിളിച്ച ഈശ്വരന്മാര് പോലും ഉണ്ടാവില്ല. ഇതൊന്നും എന്റെ ആ പഴയ ഹരിയേട്ടൻ ഇല്ലാതിരുന്ന ശീലങ്ങളാ. അതെ, ഒരു ദുഷ്ടനായ ഫ്രണ്ട് പറഞ്ഞതാ, ഉള്ളിലെ ഏത് തരത്തിലുള്ള വേദനയ്ക്കും അത് മറക്കണമെങ്കിൽ മദ്യമാ ബെസ്റ്റെന്ന്. നുണയാ. ആ ഫ്രണ്ട് പറഞ്ഞത് മൊത്തം നുണയാ. കുടിച്ച തികട്ടി വരും ജനിച്ച നാള് തൊട്ടുള്ള സങ്കടങ്ങൾ.
എന്താ എന്റെ ഏട്ടന് പറ്റിയത്? എന്താ ഇതിനു മാത്രം സങ്കടം? മനസ്സറിയാത്ത സന്തോഷം സങ്കടം ഉണ്ടോ എന്റെ ഏട്ടന്? ഏയ്, ഒന്നുമില്ല. നീ പോയി കിടന്നോ. ഹരിയേട്ടന് ഇനി കുടിക്കില്ല പോരെ. ദേ, എന്റെ മനസ്സ് ചിരിച്ചാൽ അതാ ഈ ഏട്ടന്റെ ഏറ്റവും വലിയ സന്തോഷം. എന്റെ മനസ്സിയുടെ കണ്ണ് നിറഞ്ഞാലോ ഹരിയേട്ടന്റെ ഏറ്റവും വലിയ സങ്കടവും. നീ എന്നും സുഖമായിട്ടിരിക്കണം. ദേഷ്യം തോന്നില്ല ഏട്ടനോട്? ഒരാളും പൊറുക്കാത്ത വാക്കുകളാ ഞാൻ ഏട്ടനോട് പറയുന്നത്. എന്നിട്ടും ഓരോന്ന് കാണുമ്പോ, ഓരോന്ന് കേൾക്കുമ്പോ, ഉള്ളിൽ ഈശ്വര തുല്യമായി പ്രതിഷ്ഠിച്ച വിഗ്രഹം ഉടഞ്ഞു വീഴുമ്പോ എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഹരിയേട്ടാ. സാരമില്ല, ഈ ഏട്ടന് ഒരു വിഷമവുമില്ല. ഹരിയേട്ടനൊരു പാവ. ആർക്ക് വേണമെങ്കിലും സ്നേഹം നടിച്ച് പറ്റിക്കാവുന്ന വേറെ ഒരു പാവം. ഏട്ടൻ ചതിക്കപ്പെട്ടതായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. എന്റെ ഏട്ടൻ തിരിച്ചു വരണം. നമുക്ക് ജീവിക്കണം. ഗൗരിയെടുത്തി അപ്പമുള്ളം ചെന്ന് കൊണ്ടുവരണം. മൈന എന്ന പേര് പോലും ഹരിയേട്ടന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവരുത്. അവളാ നമ്മളെ ചതിച്ചത്. നമ്മുടെ സന്തോഷം തല്ലിക്കെടുത്തിയത് അവളാ. അലിഞ്ഞു കയറി വന്ന ആ എവിടുന്നോ വന്നവളാ മൈന. എവിടേക്കോ പോയെന്ന് കരുതാം നമുക്ക്. ആ ശപിക്കപ്പെട്ടവൾക്ക് വേണ്ടി ഇനി ഹരിയേട്ടൻ നമ്മുടെ സന്തോഷം നശിപ്പിക്കരുത്. അരുത്, അങ്ങനെയൊന്നും പറയരുത് നീ. അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ കഴിയില്ല എനിക്ക് മൈനയെ. എന്നെക്കാൾ വലുതാണോ ഏട്ടനവള്? ഗൗരിയെടുത്തേക്കാളും അപ്പമോളെക്കാളും വലുതാണോ? നിങ്ങൾ ഒരാളാ ഈ വീടിന്റെ സമാധാനവും സന്തോഷവും കെടുത്തിയത്. ഞങ്ങൾക്കൊക്കെ ജീവിതം ഉണ്ടാക്കി തന്നു എന്ന് പറയുന്ന നിങ്ങളാ എല്ലാം തകർത്തത്. എനിക്കറിയാം, ഒരു മഹാ അപരാധം ചെയ്തിട്ട് പണ്ടൊഴുക്കിയ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കഥ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക നിങ്ങള്. എന്തിനാ ഹരിയേട്ടാ നമുക്ക് ഇങ്ങനൊരു ജീവിതം? ദുഷ്ടനാ നിങ്ങള്. ഉള്ളിലെ സ്നേഹം മുഴുവൻ ഒരാൾക്കും മാത്രം പകുത്തു കൊടുത്ത ദുഷ്ടൻ. ഇത്രയൊക്കെ ആയിട്ടും, എത്ര വട്ടം പറഞ്ഞിട്ടും വെറുക്കാൻ കഴിയുന്നില്ലല്ലോ നിങ്ങളെ. ഒക്കെ പ്രശ്നങ്ങളാമ്പികെ. ഓരോ ദിവസം കഴിയുന്തോറും മാനസയുടെ വാശി കൂടിക്കൂടി വരിക. ഗൗരിയെടുത്ത് ഇറങ്ങിപ്പോയത് പിന്നെ അവൾ ഇങ്ങനെ ഏതോ മുജ്ജന്മ ശത്രുവിനെ പോലെയാ ഹരിയേട്ടനോടുള്ള മാനസയുടെ പെരുമാറ്റം. മാറും. ഹരിയേട്ടനെ പോലൊരു ഏട്ടൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. എല്ലാവരുടെ ഇടയിൽ കിടന്ന് നീർന്നത് ഞാനാ. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചോളും. ഏട്ടൻ എന്തിനാ വെറുതെ ഇങ്ങനെ വിഷമിക്കുന്നേ? മാനസെ എങ്ങനെ കുറ്റം പറയാനാവും സിദ്ധുവേട്ട? അത്രയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഹരിയേട്ടൻ ചെയ്തത്? മാനസെ പോലെ തന്നെ അല്ലായിരുന്നോ ഹരിയേട്ടനും മൈനയും? എന്നിട്ട് ഹരിയേട്ടനോ മൈനയോ ആര് തെറ്റ് ചെയ്താലും മാനസയ്ക്ക് അത് പൊറുക്കാനാവില്ല. ഹരിയേട്ടനല്ല, ഹരിയേട്ടൻ അത് ചെയ്യില്ല. അല്ലെങ്കിൽ അത് ആരാണെന്ന് ഹരിയേട്ടനോ മൈനയോ തുറന്നു പറയാത്തത് എന്താ? അത് പിന്നെ മാനസ പറയുന്നതാ ശരി. സ്വന്തം കൂടപ്പിറപ്പിനെ അത്രയേറെ സ്നേഹിക്കുന്ന ഏതൊരു പെണ്ണും ഇങ്ങനെയൊക്കെ പ്രതികരിക്കും. അത് ഉള്ളുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതുകൊണ്ടാ. എന്റെ ഏട്ടനാണ് ഇങ്ങനെ ഒരു വൃത്തികേട് കാണിക്കുന്നതെങ്കിൽ ക്ഷമിക്കാൻ കഴിയൂ എനിക്ക്?
അന്നേരം ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ വെറുപ്പായിരിക്കും തോന്നുക എനിക്ക് ഏട്ടനോട്. ഏട്ടൻ എത്രയും വേഗം മാനസയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് മാറുക. മാനസയും അതായിരിക്കും ആഗ്രഹിക്കുന്നത്. കഴിയില്ല അംബികെ. ഒരുപാട് കടപ്പാടുകളുണ്ട് നമുക്ക് ഹരിയേട്ടൻ എന്ന മനുഷ്യനോട്. അറിഞ്ഞും അറിയാതെയും നമുക്കൊക്കെ ഓരോ ജീവിതം ഉണ്ടാക്കി തന്നത് ആ മനുഷ്യനാണ്. അത് മറന്നു പോകരുത് നമ്മൾ. എനിക്കറിയാം, മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാ ഇന്ന് ആ വീടും അവിടുത്തെ സ്നേഹബന്ധങ്ങളും ഒക്കെ. നടുക്കടലില് ഹരിയേട്ടനെ തനിയെ വിട്ടിട്ട് എനിക്കൊരു രക്ഷപ്പെടൽ വേണ്ട. അതിന് കഴിയില്ല എനിക്ക്. ഏട്ടൻ എന്തിനാ ഹരിയേട്ടന്റെ പാപങ്ങളുടെ കടലിൽ താഴണം? പാപം, തെറ്റ്, എനിക്കിപ്പോ അറിയാതെ വന്നിരിക്കുന്നു ആ വാക്കുകളുടെയൊക്കെ അർത്ഥം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റൊരാൾ ജീവിക്കാതിരിക്കുന്നതാണോ ഈ പാപവും തെറ്റുമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? മറ്റൊരാൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിക്കണം. ഏട്ടൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലാവും ഒരിക്കൽ. ഒരു സത്യം എന്റെ നെഞ്ചിലും നാവിലിരുന്ന് പൊള്ളുക. താനെ പൊട്ടിത്തെറിക്കും വരെ ഒരു അഗ്നിപർവ്വതം പോലെ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന സത്യം. ആ സത്യം പൊട്ടിച്ചിതറുന്ന നാൾ സിദ്ധാർത്ഥൻ എന്ന ഞാൻ മാനസയുടെയും ഹരിയേട്ടന്റെയും ഒക്കെ മനസ്സിൽ നിന്നും ആ വീട്ടിൽ നിന്നും പടിയിറങ്ങും. ഇവിടെ വേണുവിന് പഴയ ആരോഗ്യം വീണ്ടും കിട്ടിയാൽ ആ വീട്ടിൽ നിന്നും നീയും ഇറങ്ങി പോരേണ്ടി വരും. അംബികെ, എന്നും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും ഇഷ്ടക്കേടുകൾക്കും നിഴൽ പറ്റി കഴിയേണ്ട ജന്മങ്ങളായി പോയല്ലോ നമ്മുടേത്. വേണുവേട്ടാ, എന്നെ തിരിച്ചറിയുന്നുണ്ടോ വേണുവേട്ടൻ? എന്നെ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോടിപ്പോ ഈ മനസ്സിലെന്താ? പുച്ഛോ, ദേഷ്യോ, അതോ വെറുപ്പോ? വെറുപ്പായിരിക്കും. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. ഒരിക്കലും നിങ്ങൾക്ക് ചേരുന്ന ഒരാളായിരുന്നില്ല ഞാൻ, അല്ലേ? പക്ഷെ വേണുവേട്ടനെ എനിക്ക് എത്ര ഇഷ്ടമായിരുന്നു എന്നറിയോ? അതുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ടും മനസ്സ് വേദനിപ്പിച്ചിട്ടും കാർക്കിച്ച് തൊപ്പിയിട്ടും ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാതിരുന്നത്. നിങ്ങൾ എന്നെ എന്നെങ്കിലും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക്. പിന്നീട് എന്റെ എല്ലാ പ്രതീക്ഷയും നശിച്ചപ്പോ വേണുവേട്ടൻ എന്നെ ഒരിക്കലും സ്നേഹിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയപ്പോ ഉള്ളിൽ പൊറുക്കാനാവാത്ത മുറിവുകൾ തന്നപ്പോ സഹിക്ക വയ്യാതായപ്പോഴാ ഞാൻ വേണുവേട്ടനെ വിട്ടുപോയത്. നമ്മുടെ മോളെ കാണാതായത് നിങ്ങൾക്കും പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാ ഞാൻ വേണുവേട്ടന്റെ അച്ഛൻ പറയുന്ന പോലെ ഒരവസരം കിട്ടിയപ്പോ അവകാശം ഉറപ്പിക്കാനോ പിടിച്ചു വാങ്ങാനോ വന്നതല്ല ഞാൻ. എനിക്കൊന്നും വേണ്ട.
നിങ്ങൾ സുഖമായിട്ട് തിരികെ വന്നാ മതി. അതിനുശേഷം ഒരു അവകാശത്തിനും ഞാൻ നിൽക്കില്ല. പൊയ്ക്കോളാം എവിടേക്കെങ്കിലും. വെറുക്കാൻ ശ്രമിച്ചതാ നിങ്ങളെ ഞാൻ, ശപിച്ചതാ 1000 വട്ടം. പക്ഷെ എത്രയൊക്കെ വെറുത്തപ്പോഴും എപ്പോഴൊക്കെ ശപിച്ചപ്പോഴും എന്റെ ഉള്ളിൽ എവിടെയോ വേണുവേട്ടനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ചോദിച്ചോട്ടെ വേണുവേട്ട, നിങ്ങൾ എന്നെങ്കിലും എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ?